പ്രിയമുള്ളവരെ, മർക്കോസിന്റെ സുവിശേഷം 10-ാമത്തെ അധ്യായം ആണ് നമ്മൾ വായിച്ചു കേട്ടത്. 17 തുടങ്ങി 30 വരെയുള്ള വാക്യങ്ങളാണ് ഇന്നത്തെ വിജ്ഞാനത്തിന് നമ്മൾ എടുക്കുക. ഇത് സമാന്തര സുവിശേഷങ്ങളിൽ എല്ലാത്തിലും ഉള്ളതാണ്. മർക്കോസിന്റെ സുവിശേഷത്തിലും മത്തായിയുടെ സുവിശേഷത്തിലും ലൂക്കയുടെ സുവിശേഷത്തിലും ഒക്കെ ഉണ്ട്. ഇവിടെ മർക്കോസ് ഈ വചനം ആരംഭിക്കുന്നത് ഒരുവൻ ഓടി വന്ന് മുട്ടുകുത്തി യേശുവിനോട് ചോദിക്കുന്നതായിട്ട്. ഈശോ വഴിയിലേക്ക് ഇറങ്ങിയപ്പോഴാണ് അവൻ ഓടി വന്ന് മുട്ടുകുത്ത്. ഞാൻ സാധാരണഗതിയിൽ ഇരിക്കുന്ന എല്ലാ പള്ളികളിലും മാസാദ്യ വെള്ളിയാഴ്ചകളിൽ എൻ്റെ റിസ്കില് ഞാൻ കിടപ്പ് രോഗികൾക്ക് വിശുദ്ധ കുർബാന കൊണ്ടുപോകാറ്. അപ്പോൾ പഴയ കാലങ്ങളിൽ ഈ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് രോഗികൾക്ക് വൈദികൻ കൊണ്ടുപോകുമ്പോൾ നമ്മുടെ പൂർവികർ ചെയ്തുകൊണ്ടിരുന്നൊരു കാര്യം, എത്ര ചെളിയുള്ള വഴിയാണെങ്കിലും വിശുദ്ധ കുർബാനയും കൊണ്ടാണ് അച്ഛൻ പോകുന്നത് എന്ന് തിരിച്ചറിഞ്ഞാൽ ആ വഴിയിൽ എത്ര ചെളിയാണെങ്കിലും അവിടെ മുട്ടുകുത്തുമായിരുന്നു. ഇന്ന് മുട്ടുകുത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മളെ എങ്ങനെ വഴി തടസ്സപ്പെടുത്താൻ പറ്റും എന്നും കൂടി ആലോചിച്ച് അവരുടെ തിരക്കുകളിൽ അവർ പോവാം. സാധാരണതയിൽ വിശുദ്ധ കുർബാനയെ കൊണ്ട് പോകുമ്പോൾ അച്ഛനെ തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഒരു മാല കഴുത്തിൽ കിടപ്പുണ്ട്. ഈ ഗ്ലോവയുടെ ഫ്രണ്ടില് മുകൾ വശത്തുള്ള പോക്കറ്റിലായിരിക്കും ഈ ചന്ദ്രകല ഇരിക്കുക, അതിൻ്റെ അകത്തായിരിക്കും കുർബാന. അപ്പൊ ഞാൻ പറഞ്ഞു വന്നത്, ഈ വഴിയിൽ മുട്ടുകുത്തുന്ന പാരമ്പര്യം നമുക്കുണ്ടായിരുന്നു. ഇന്ന് വഴിയിലെല്ലാം പള്ളിയിൽ പോലും മുട്ടുകുത്താറില്ല എന്നുള്ളത്. അപ്പൊ ഈ ധനവാനായ മനുഷ്യൻ, അവൻ ധനം ഉപേക്ഷിക്കാൻ തയ്യാറില്ലെങ്കിലും അവന് ആചാരബന്ധിയായ വിശ്വാസ സംബന്ധമായ കാര്യങ്ങളിൽ നിഷ്ഠയുണ്ടായിരുന്നു എന്നതിൻ്റെ ആദ്യ സൂചന ആദ്യ വചനത്തിൽ തന്നെ തരികയാണ് എന്ന് സാരം. അവൻ ഓടി വന്ന് മുട്ടുകുത്തി ആയിട്ടാണ് യേശുവിനോട് ചോദിക്കുക. ഇവിടെ മറ്റൊരു കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ 17-ാമത്തെ വാക്യത്തിൽ തന്നെ മുട്ടുകുത്തിയവന്റെ ചോദ്യം നമ്മൾ കേൾക്കുകയാണ്, നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം? ഇതാണ് ചോദ്യം. മർക്കോസിന്റെ സുവിശേഷത്തിൽ 54-ാമത്തെ ചോദ്യമാണത്. ഈ നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്നുള്ളത് ജീവിതത്തിന്റെ അടിസ്ഥാന ചോദ്യമാണ്. രക്ഷപ്പെടാനായിട്ട് എന്താ മാർഗം? നിത്യജീവൻ പ്രാപിക്കാൻ. പക്ഷെ നമ്മുടെ പലപ്പോഴും ഈ ചോദ്യം വളരെ എന്നാ പറയണേ, ചുങ്ങിപ്പോയി ആയിട്ട്, ജോലി കിട്ടാൻ എന്താ മാർഗം, വിവാഹം നടക്കാൻ എന്താ മാർഗം, സ്വസ്ഥത കിട്ടാൻ എന്താ മാർഗം, ഇങ്ങനെ ഈ ചോദ്യങ്ങള് ടെമ്പോറിയലായിട്ട് താൽക്കാലികമായ ക്ഷണികമായ ലൗകികമായ തലത്തിലേക്ക് താണുപോകുന്നു എന്നുള്ള ഒരു പ്രശ്നമുണ്ട്. നിത്യജീവൻ അവകാശമാക്കാൻ എങ്ങനെ പറ്റും എന്ന ചോദ്യത്തിന് കൃത്യമായ ഉത്തരം കിട്ടിക്കഴിഞ്ഞാൽ അതുള്ളവന് പിന്നെ വേറെ ചോദ്യങ്ങൾ ഉണ്ടാവില്ല. വേറെ ചോദ്യങ്ങളുള്ളവന് ഈ ചോദ്യം ഉണ്ടാവില്ല. അപ്പം പ്രധാനപ്പെട്ട അടിസ്ഥാനപരമായ ഈ ചോദ്യത്തിന് ഉത്തരമുണ്ടെങ്കിൽ, നിത്യജീവൻ എങ്ങനെ പ്രാപിക്കാം എന്ന ചോദ്യവും ആ ചോദ്യത്തിന് ഉത്തരവും ഉണ്ടെങ്കിൽ വേറെ ചോദ്യങ്ങളൊന്നും ജീവിതത്തിൽ ഉണ്ടാകില്ല. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ വേറെ ഒരുപാട് ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഈ അടിസ്ഥാന ചോദ്യം ഇല്ല എന്നുള്ളതാണ് പ്രശ്നം. ഈ അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരം കിട്ടിയാലും നമുക്ക് ഒരിക്കലും പിന്നെ ചോദ്യങ്ങൾ ഉണ്ടാകും. അപ്പൊ ചോദ്യങ്ങള് വിശ്വാസബന്ധിയായിട്ടോ സഭാത്മക ജീവിതമായിട്ടോ ആരാധനാക്രമബന്ധിയായിട്ടോ ഒക്കെ ചോദ്യങ്ങൾ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഈ അടിസ്ഥാന ചോദ്യമോ അതിനുള്ള ഉത്തരമോ കണ്ടെത്താൻ പറ്റിയിട്ടില്ല. ഇന്നത്തെ സഭയുടെ ഏറ്റവും വലിയ വെല്ലുവിളിയും അത് തന്നെ. സഭയില് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, അല്ലെങ്കിൽ ഏതെല്ലാം കാര്യങ്ങളിലാണ് ക്രിസ്തു ശ്രദ്ധ തിരിക്കേണ്ടത് എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തിയോ അക്കാര്യങ്ങളെല്ലാം ഉപേക്ഷിച്ചിട്ട് വേറെ എന്തൊക്കെയോ ഇതിൻ്റെയൊക്കെ പുറകെ പോവാ. നിത്യരക്ഷ പ്രാപിക്കുന്ന കാര്യമൊന്നും അല്ല നമ്മുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ. ഈ സമരത്തിൽ ആര് ജയിക്കും, ഈ പിടിവാശിയിൽ ആര് ജയിക്കും,
അവരെ ഞങ്ങൾ പറയുന്ന നിയമത്തിൽ അവരെ തളയ്ക്കാൻ പറ്റുമോ, അവരുടെ നിയമത്തിൽ നിന്ന് ഞങ്ങൾക്ക് എങ്ങനെ രക്ഷ നേടാം, ഇതൊക്കെയാണ് ഇന്നത്തെ സഭയിലെ ചർച്ചാ വിഷയങ്ങൾ, മുഖ്യ അജണ്ടകൾ. നിത്യജീവൻ പ്രാപിക്കേണ്ട ചോദ്യമാണ് നമ്മൾ ഇവിടെ കരണീയമായിട്ടുള്ളത്. ആ ചോദ്യത്തിന് ബൈബിളിൽ ഏതാണ്ട് 5 സ്ഥലത്ത് ഉത്തരങ്ങൾ നൽകുന്നു. 5 സ്ഥലത്ത് 5 തരത്തിലുള്ള ഉത്തരങ്ങളാണ് നൽകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 5 ഉത്തരങ്ങളും ഒന്ന് ഓടിച്ചു പോകുന്നത് നല്ലതാണ് എന്നാണ് ഈ ഉള്ളവന്റെ വിചാരം. ഒന്നാമത്തെ ഭാഗം ഇത് തന്നെ, ഈ നമ്മളിന്ന് വായിച്ചു കേട്ട വചനഭാഗത്താണ്. ഇവിടെ നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് ക്രിസ്തു പറയുന്ന മാനദണ്ഡം ഉപേക്ഷയാണ്. എല്ലാം ഉപേക്ഷിച്ച് അവനെ അനുഗമിക്കുക എന്നുള്ളതാണ് നിത്യരക്ഷ പ്രാപിക്കാൻ. അങ്ങനെ വരുമ്പോൾ സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാകുമെന്നും അങ്ങനെ യേശുവിനെ അനുഗമിക്കാം എന്നുള്ളതാണ് നിത്യജീവൻ പ്രാപിക്കാനായിട്ട് എന്ത് ചെയ്യണം എന്ന ചോദ്യത്തിന്റെ ഒരു ഉത്തരം. രണ്ടാമത്തെ ഒരു ഉത്തരം നമ്മൾ കാണുന്നത് യോഹന്നാന്റെ സുവിശേഷത്തിലെ 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യത്തില് കൃത്യമായിട്ട് പറയുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി തൻ്റെ ഏകജാതനെ നൽകാൻ തക്കവിധം ദൈവം അത്രമാത്രം ലോകത്തെ സ്നേഹിച്ചു എന്ന്. ബൈബിളിലെ കേന്ദ്രവാക്യം എന്നൊക്കെ വിശേഷിപ്പിക്കുന്ന വാക്യമാണത്. യോഹന്നാന്റെ സുവിശേഷം 3-ാമത്തെ അധ്യായം 16-ാമത്തെ വാക്യം. അതായത് നിത്യജീവൻ പ്രാപിക്കണമെങ്കിൽ ഏകജാതനെ, ക്രിസ്തുവിനെ സ്വീകരിക്കണം എന്നർത്ഥം. ക്രിസ്തുവിനെ നൽകിയത് നമ്മളെല്ലാം നിത്യരക്ഷ പ്രാപിക്കാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ക്രിസ്തുവിലൂടെയാണ് നിത്യരക്ഷ പ്രാപിക്കുന്നത് എന്നാണ് രണ്ടാമത്തെ ഉത്തരം. മൂന്നാമത്തെ ഉത്തരം റോമാക്കാർക്ക് എഴുതിയ ലേഖനം 10-ാമത്തെ അധ്യായം 9-10 വാക്യങ്ങളിൽ പറയുകയാണ്, യേശു കർത്താവാണെന്ന് അധരം കൊണ്ട് ഏറ്റുപറയുകയും മരിച്ചവരിൽ നിന്ന് ഉയർത്തെഴുന്നേറ്റു എന്ന് വിശ്വസിക്കുകയും ചെയ്യണം എന്ന് പറയുകയാണ്. അപ്പോൾ 2 കാര്യങ്ങളുണ്ട്. ഒന്ന്, അകത്ത് വിശ്വാസം ഉണ്ടാകണം, പുറത്ത് സാക്ഷ്യമുണ്ടാകണം, പ്രഘോഷണം ഉണ്ടാകണം. അപ്പം വിശ്വാസവും പ്രഘോഷണവും പരസ്പര പൂരകമാണ്. പ്രഘോഷണം തന്നെയാണ് സാക്ഷ്യവും. അപ്പം ഈ വിശ്വാസവും പ്രഘോഷണവും ഉണ്ടായാൽ മാത്രമേ നിത്യരക്ഷ പ്രാപിക്കാൻ പറ്റൂ എന്നാണ് ഈ റോമാക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയും. അതാണ് മൂന്നാമത്തെ കാര്യം. നാലാമത്തെ കാര്യം, യോഹന്നാന്റെ 1-ാമത്തെ ലേഖനം 1-ാമത്തെ അധ്യായം 9-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, പാപങ്ങൾ ഏറ്റുപറഞ്ഞാല് അവിടുന്ന് നമ്മളോട് ക്ഷമിക്കുകയും എല്ലാ അനീതികളിൽ നിന്ന് ശുദ്ധീകരിക്കുകയും ചെയ്യും. അപ്പൊ 4-ാമത്തെ കാര്യം അതാണ്, പാപങ്ങൾ ഏറ്റുപറയുക. പാപങ്ങൾ ഏറ്റുപറയുക എന്ന് വെച്ചാൽ കുമ്പസാരം തന്നെയാണ്. കുമ്പസാരം എന്ന് പറയുന്നത് ബൈബിളിൽ സ്ഥാപിച്ചിട്ടില്ല, അല്ല, യേശുക്രിസ്തു സ്ഥാപിച്ചിട്ടില്ല എന്നൊക്കെ വ്യാഖ്യാനിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പൊ അതുകൊണ്ട് ഇത് ശ്രദ്ധിക്കേണ്ടതാണ്. പാപങ്ങൾ ഏറ്റുപറയണം. ആരുടെ അടുത്ത് ഏറ്റുപറയണം? ഏറ്റുപറയണമെങ്കിൽ മനുഷ്യരുടെ അടുത്ത് വേണമല്ലോ. പ്രതിപ്രവർത്തനം, ഊർജത്തിന്റെ തത്വശാസ്ത്രം അതാണല്ലോ. ഒരു പ്രവൃത്തി ഉണ്ടായി എന്ന് പറഞ്ഞാൽ അതിന് മൂവ് ഉണ്ടാകണം, എങ്കിലാണ് കർമ്മമാണെന്ന് പറയാൻ പറ്റും. എന്നതുപോലെ ഏറ്റുപറയണമെങ്കിൽ അത് കേൾക്കാനായിട്ട് ആള് വേണം, അതിന് ഉത്തരവും വേണം. അപ്പൊ അത് കിട്ടണമെങ്കിൽ കുമ്പസാര കൂടി മാത്രമേ ഉള്ളൂ. വെറുതെ ദൈവത്തോട് ആകാശത്തോട് ഏറ്റുപറഞ്ഞാൽ ഉത്തരം ഉണ്ടാകില്ല. ഉത്തരം ഉണ്ടായില്ലെങ്കിൽ അത് ഏറ്റുപറച്ചിലാകില്ല. അപ്പൊ ഏറ്റുപറഞ്ഞ് പാപങ്ങൾ ക്ഷമിക്കപ്പെടുകയും അതുപോലെ തന്നെ അതുവഴിയായിട്ട് നമ്മുടെ അനീതികളിൽ നിന്ന് മോചനം നേടുകയും വേണം എന്നർത്ഥം. 5-ാമതായിട്ട് എഫെസൂസുകാർക്ക് എഴുതിയ ലേഖനം 2-ാമത്തെ അധ്യായം 8 തുടങ്ങി 9 വരെയുള്ള വാക്യങ്ങളാണ്. വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുക, അത് ദൈവത്തിന്റെ ദാനമാണ്. അപ്പൊ ഈ 5 കാര്യങ്ങൾ നിത്യരക്ഷ പ്രാപിക്കാനായിട്ട് ശ്രദ്ധിക്കണം. ഒന്നാമതായിട്ട് മർക്കോസിന്റെ സുവിശേഷം നമ്മളോട് സാക്ഷ്യപ്പെടുത്തുകയാണ്, നിത്യജീവൻ പ്രാപിക്കാൻ വേണ്ടി മറ്റുള്ളവരെ സഹായിക്കണം, സേവനം ചെയ്യണം, വിറ്റ് ദാനം ചെയ്യണം എന്നുള്ളത്. ദാനമാണ് നിത്യരക്ഷയുടെ ഒരു മാനദണ്ഡം. രണ്ടാമത്തെ മാനദണ്ഡം ദൈവത്തിന്റെ ഏകജാതനെ സ്വീകരിക്കുക എന്നുള്ളത്. അവനെ, ക്രിസ്തുവിനെ ഈ ലോകത്തിലേക്ക് അയച്ചത് നമ്മുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടിയിട്ടാണ്. മൂന്നാമതായിട്ട് യേശു കർത്താവാണെന്ന് പ്രഘോഷിക്കുകയും ഉള്ളില് വിശ്വസിക്കുകയും ചെയ്യണം. 4-ാമതായിട്ട് പാപങ്ങൾ ഏറ്റുപറഞ്ഞ് പാപമോചനം തേടുകയും
എല്ലാ അനീതികളിൽ നിന്ന് ശുദ്ധീകരിക്കപ്പെടുകയും ചെയ്യും. അഞ്ചാമതായിട്ട് വിശ്വാസം വഴി കൃപയാലാണ് നമ്മൾ രക്ഷിക്കപ്പെടുക. ഇതൊക്കെ ചെയ്താലും ദൈവത്തിന്റെ ദാനം കൊണ്ടേ രക്ഷപ്പെടാൻ പറ്റുള്ളൂ എന്നാണ് അഞ്ചാമതായിട്ട് നമ്മളോട് പറയുന്നത്. അപ്പോൾ നിത്യജീവൻ പ്രാപിക്കാനായിട്ട് ഉള്ള മാനദണ്ഡങ്ങളിൽ ഒന്നാമത്തേതാണ് ഇന്നത്തെ വചനം നമ്മുടെ മുമ്പിൽ ചർച്ച ചെയ്യുന്നത്. 18ാമത്തെ വാക്യത്തിൽ യേശുവിന്റെ ചോദ്യമാണ്. യേശു ചോദിക്കണം, എന്തുകൊണ്ടാണ് നീ എന്നെ നല്ലവൻ എന്ന് വിളിക്കുന്നത്? മർക്കോസിന്റെ സുവിശേഷത്തിലെ 55ാമത്തെ ചോദ്യമാണത്. എന്നിട്ട് ഈശോ പറയുകയാണ്, നല്ലവൻ ഒരുവൻ മാത്രം. അത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് കേട്ടോ. നല്ലവൻ ഒരുവൻ മാത്രം. പലപ്പോഴും നമ്മൾ ഈ ലോകത്തില് അവര് കുറ്റക്കാരാണ്, ഇവര് കുറ്റക്കാരാണ്, വികാരിയച്ഛനും കുറ്റക്കാരനാണ്, ജീവിത പങ്കാളി കുറ്റക്കാരാണ്, മക്കള് കുറ്റക്കാരാണ്, അയൽവക്കക്കാര് കുറ്റക്കാരാണ്, മെത്രാൻ കുറ്റക്കാരാണ്, മാർപ്പാപ്പ കുറ്റക്കാരാണ്, എല്ലാവരും രാഷ്ട്രീയ നേതാക്കൾ കുറ്റക്കാരാണ്, തൊഴിലാളികൾ കുറ്റക്കാരാണ്, ജീവനക്കാര് കുറ്റക്കാരാണ്, എല്ലാവരും കുറ്റക്കാരാണെന്നേ. നിങ്ങൾ പറഞ്ഞിട്ട് വേണ്ടെന്നേ, ദൈവത്തിന് അറിയാന്നേ. ദൈവം തന്നെ പറഞ്ഞേക്കുകയാണ്, നല്ലവൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, അത് ദൈവം മാത്രം. എല്ലാവരും കുറ്റക്കാരാ, ഈ പറയുന്നവനും കുറ്റക്കാരനാണ്. അപ്പൊ അങ്ങനെയെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണെങ്കിൽ പിന്നെ എന്തിനാ പിന്നെ കുറ്റം അന്വേഷിച്ച് നടക്കുന്നത്? പിന്നെ എന്തിനാ? അപ്പൊ കുറ്റം അന്വേഷിച്ച് നടക്കുന്നതിന് കാരണമുണ്ട്. ഞാനും കുറ്റക്കാരനാണ് എന്ന നമ്മുടെ ഈ ഉപബോധ മനസ്സിന്റെ കാര്യങ്ങള് പുറത്തറിയിക്കാതിരിക്കാൻ ഞാൻ അവരെ കുറ്റം ചാരുന്നു എന്നുള്ളത്. എന്റെ കുറ്റം പുറത്തു വരാതിരിക്കാനാണ് ഞാൻ അവരെ കുറ്റം ചാരുന്നത്. ഞാൻ നല്ലവനായിട്ട് അവതരിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് അവരുടെ കുറ്റം ചാരുന്നത്. നല്ലവനാകാൻ വേണ്ടി അഭിനയിക്കുകയൊന്നും വേണ്ട. നല്ലവൻ ഒരുത്തൻ മാത്രമേ ഉള്ളൂ, അത് ദൈവമാണ്. പലപ്പോഴും ഈ കാലഘട്ടങ്ങളിൽ ദാമ്പത്യ ബന്ധങ്ങൾ ഒരുപാട് പ്രശ്നങ്ങൾ വരുന്നത്, ഞാൻ വിചാരിച്ച പോലെയുള്ള മനുഷ്യനല്ല ഇയാള്, ഞാൻ വിചാരിച്ച പോലെയുള്ള പെണ്ണല്ല നീ എന്നൊക്കെയുള്ള പരാതികളാണ്. നല്ലതല്ല എന്നുള്ളതാണ്. നല്ലതല്ല നീ, രണ്ടും നല്ലതല്ല നീ, ദൈവം മാത്രമേ നല്ലതുള്ളൂ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കുറ്റക്കാരാണ് എന്ന ബോധ്യത്തില് വരേണ്ടതുണ്ട് ഈ വചനം എന്ന് നമ്മൾ ഓർമ്മപ്പെടുത്തുന്നു. 19ാമത്തെ വാക്യത്തില് ഈശോ പറയുകയാണ്, പ്രമാണങ്ങൾ നിനക്കറിയാമല്ലോ എന്ന് ചോദിച്ച് 6 കാര്യങ്ങൾ പറയുന്നു. സത്യത്തില് എന്നെ 1-2 കാര്യങ്ങളിലൂടെ ചിന്തിപ്പിച്ച കാര്യമാണ്. 6 കൽപ്പനയല്ലല്ലോ, 10 കൽപ്പനയില്ലേ? എന്നിട്ട് എന്ത് യേശു 6 ചുരുക്കിയത്? അപ്പൊ എനിക്ക് തോന്നിയ 2 ഉത്തരമാണ്. ഒന്ന്, ഈ 6 ചോദ്യങ്ങള് അത് അപരനുമായിട്ട് ബന്ധപ്പെട്ട, ദൈവവുമായിട്ട് ബന്ധപ്പെട്ട കാര്യമല്ല, മറ്റുള്ളവരുമായിട്ട്, സഹജീവികളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ഈശോ ചോദിച്ചത്. രണ്ടാമതായിട്ട് എനിക്ക് തോന്നിയ ഒരു കാര്യം, ഇവനെ തന്നെ ന്യായീകരിക്കാനാണ് വന്നിട്ടുള്ളതെന്ന് യേശുവിനറിയാം. ഇവനൊരു കുഴപ്പമില്ലാത്തവനാണെന്ന് പറയാൻ വേണ്ടിയിട്ടാണ് ഇവൻ വന്നേക്കണം. അപ്പം അതിനെ ഒന്ന് ഖണ്ഡിക്കണം. അപ്പൊ അവന് പറയാനുള്ള കാര്യം വളച്ചു കെട്ടില്ലാതെ നേരെ കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അവന് എളുപ്പമുള്ള ഒരു ഏണി വെച്ചു കൊടുത്തേക്കുക. മുകളിലേക്ക് കയറാൻ നീ കയറി വാ എന്ന് പറയുന്നതിനേക്കാൾ എളുപ്പമാണല്ലോ ഒരു ഗോണി വെച്ചു കൊടുത്തിട്ട് ഇതിലെ കയറി എളുപ്പമുണ്ട് എന്ന് പറഞ്ഞു. അത് തന്നെയാണ് ഈശോ ചെയ്തതും. നിത്യജീവൻ പ്രാപിക്കാൻ എന്ത് നന്മയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ യേശു അവൻ ചെയ്യുന്ന നന്മകളെ കുറിച്ചൊക്കെ അവതരിപ്പിച്ചു. അപ്പൊ ഇവൻ പറയാണ്, ചെറുപ്പം മുതലേ എല്ലാം ഇവൻ ചെയ്യുന്നുണ്ട്. ഇവിടെ ശ്രദ്ധിക്കുന്ന കാര്യം, ഈ 20ാമത്തെ വാക്യത്തില് അവൻ ഗുരു എന്ന് വിളിക്കുന്നത്. അതേസമയം നേരത്തെ അവൻ യേശുവിനെ വിളിച്ചത് നല്ലവനായ ഗുരു എന്നാണ്. പക്ഷെ 20ാമത്തെ വാക്യത്തിൽ ഇവൻ വെറുതെ നല്ലവൻ എന്ന കാര്യം അലങ്കാരം അവൻ ഒഴിവാക്കി അവൻ ഗുരു എന്ന് വിളിച്ചു. ഒരു പക്ഷെ അവന് കുറച്ചുകൂടെ കാര്യങ്ങൾ മനസ്സിലായി, ഈ ഇങ്ങേരുടെ അടുത്ത് ഇവന്റെ വേഷങ്ങളും വേലത്തരങ്ങളും ഒന്നും നടപ്പിലാവില്ല എന്ന് മനസ്സിലായതുകൊണ്ടായിരിക്കാം ഒരു പക്ഷെ അവൻ അതാണല്ലോ ഞങ്ങൾ ഈ വികാരിയച്ഛന്മാരെ അനുഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യമുണ്ട്. ഏതെങ്കിലും ഒരു പള്ളി ചെന്ന് കഴിയുമ്പോൾ അച്ഛൻ വലിയ നല്ലവനാ, അച്ഛൻ കുഴപ്പക്കാരനൊന്നുമല്ല, അച്ഛൻ നല്ല മനുഷ്യനാ. അതേസമയം കുറച്ചു നാൾ കഴിയുമ്പോൾ അച്ഛൻ ചില കാര്യങ്ങളൊക്കെ ഇടവക ജനത്തെയോ അല്ലെങ്കിൽ കുടുംബങ്ങളെയോ അല്ലെങ്കിൽ വ്യക്തികളെയോ തിരുത്താനോ പറഞ്ഞു കൊടുക്കാനോ അല്ലെങ്കിൽ അച്ഛൻ മനസ്സിലാക്കാനോ തുടങ്ങിയാല് അച്ഛൻ കുഴപ്പക്കാരനായി. അത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇതേപോലെ യേശുവിന്റെ അടുത്ത് വന്നു കഴിഞ്ഞപ്പോൾ
യേശു നല്ലവനാ. യേശുവിനെ ആദ്യമായിട്ട് കാണുകയാണ് അവൻ. അപ്പൊ യേശു നല്ലവനാ. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പോൾ അവന് മനസ്സിലായി യേശു ഇവന്റെ ഉള്ളിലുള്ള കാര്യങ്ങളൊക്കെ മനസ്സിലാക്കിയിട്ടുണ്ട് എന്ന് കണ്ടപ്പോൾ പഴയ മമതയില്ല, പഴയ കൂറില്ല, പഴയ താല്പര്യമില്ല. അവൻ പറയാണ്, ഗുരു നല്ലവൻ എന്ന കാര്യം അലങ്കാരം ഉപേക്ഷിച്ചു. പക്ഷെ ഈ അലങ്കാരം ഉപേക്ഷിക്കാൻ യേശു കൂടി കാരണക്കാരനാണ് കേട്ടോ. ഈശോ തന്നെ ചോദിക്കുന്നുണ്ട് നല്ലവൻ എന്ന് വിളിക്കണ എന്തിനാ. അവിടെ നമ്മൾ മറിച്ചൊരു കാര്യം ചിന്തിക്കണം. ഈ യേശോ മറ്റൊരിടത്ത് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പ്രാർത്ഥനയില് അമിത ഭാഷണം വേണ്ട. നമ്മൾ ഈ കരിസ്മറ്റിക് നവീകരണ പ്രസ്ഥാനത്തിന്റെ ഒരുപാട് നന്മകളുണ്ടെങ്കിലും അതിൻ്റെ അകത്തുള്ള ചില പോരായ്മകളിലൊന്ന് ഈ പ്രാർത്ഥനയില് വാചാലത കയറി വരുന്നു എന്നുള്ള ദുരന്തം. പ്രാർത്ഥനയിൽ വാചാലത കയറി വരുന്നു. നമ്മുടെ സ്തുതിപ്പ് അങ്ങോട്ട് ഒച്ചയ്ക്ക് വന്നാലേ ശരിയാവുള്ളൂ. നമ്മുടെ സ്തുതിപ്പ് ഭാഷാപരം ഉണ്ടെങ്കിലേ സ്വീകരിക്കപ്പെടുകയുള്ളൂ. നമ്മള് പ്രാർത്ഥനയ്ക്ക് ഇങ്ങനെ അഭിഷേകമുള്ള പ്രാർത്ഥന അങ്ങനെയൊക്കെയാണ് പറയണേ. പ്രാർത്ഥനയ്ക്കല്ല അഭിഷേകം, വ്യക്തിക്കാണ് അഭിഷേകം. അഭിഷേകം ഒരിക്കലും പ്രാർത്ഥനയ്ക്ക് ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയൊക്കെയാണ് പറയണത്, ഈ ഒരു ആവേശം ഉൾക്കൊള്ളാൻ പറ്റുന്ന പ്രാർത്ഥന. അപ്പൊ ഇങ്ങനെ വാചക കസർത്ത് കൊണ്ട് കാര്യങ്ങളെ നേടാമെന്നാണ് ആണ് രാഷ്ട്രീയക്കാരും പ്രാസംഗികരും ഒക്കെ വിചാരിക്കുന്നത്. അത് തന്നെ ആത്മീയ തലത്തിലും ആ ഇത്തിക്കണ്ണി കയറിയിട്ടുണ്ട്. ഇവിടെ യേശു പറയുകയാണ്, അല്ലെങ്കിൽ ഈ അലങ്കാരങ്ങളൊന്നും യേശുവിന് ആവശ്യമില്ല, അതുകൊണ്ട് ഇവൻ ഗുരു എന്നാണ് ഈ മനുഷ്യൻ യേശുവിനെ വിളിക്കുക. 21-ാമത്തെ വാക്യത്തില് ഈശോ വിശദീകരിക്കുന്നത് 10-ാമത്തെ കൽപ്പനയാണ്. 10-ാമത്തെ കൽപ്പന നിന്നെ പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്നുള്ള കൽപ്പനയാണ്. ആ കൽപ്പനയില് ഇവിടെ പ്രായോഗികമായ കാര്യമാണ് ഈശോ ഇവിടെ പറയുക. വിറ്റ് ദാനം ചെയ്യുക എന്നുള്ളതാണ് ഈശോ പറയുന്ന കാര്യം. നീ പോയി വിറ്റ് ദാനം ചെയ്യുക. എന്തിനാണ് വിറ്റ് ദാനം ചെയ്യണം? നേരിട്ട് കൊടുത്താൽ മതി. എൻ്റെ കയ്യില് 1000 രൂപയുണ്ട്, അപ്പൊ അത്, അല്ലെങ്കിൽ എൻ്റെ കയ്യില് ഒരു ചക്കയുണ്ട്, അപ്പൊ ഈ ചക്ക നേരിട്ട് പാവപ്പെട്ടവന് കൊടുത്താൽ പോരെ. ഈ വിറ്റ് ദാനം ചെയ്യണതിനാ. വിറ്റ് ദാനം ചെയ്താൽ ഉടമസ്ഥതയില്ല എന്നുള്ളത്, അവകാശവാദങ്ങളില്ല. ഞാൻ ഒരുത്തനൊരു തുണി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ സ്വർണം മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ഭൂമി മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ വീട് പണിത് കൊടുത്തു, അല്ലെങ്കിൽ പശുവിനെ മേടിച്ചു കൊടുത്തു, അല്ലെങ്കിൽ ആട് മേടിച്ചു കൊടുത്തു, ഇങ്ങനെ, അല്ലെങ്കിൽ 10 കിലോ അരി മേടിച്ചു കൊടുത്തു. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ കൊടുക്കുമ്പോൾ എനിക്ക് പറയാനുണ്ട്. കാരണം എൻ്റെ ഉടമസ്ഥതയുള്ള സാധനമാണ് ഞാൻ അങ്ങോട്ട് കൊടുത്തേക്കണം. അതേസമയം വിറ്റ് കഴിഞ്ഞാൽ ഉടമസ്ഥതയില്ല, അവകാശമില്ല. വിൽപ്പന എന്ന് പറയുന്നത് ഉടമസ്ഥതയില്ലാതാക്കലാണ് എന്നറിയാം. അപ്പോ ഒരുത്തർ കൊടുത്താല്, അത് തന്നെയാണല്ലോ ക്രിസ്തു മറ്റൊരു ഭാഷയിൽ പറയുന്നത്, വലതു കൈ ചെയ്യുന്നത് എന്തെന്ന് ഇടതു കൈ അറിയൽ എന്ന് വെച്ചാല്, ഒരു ശരീരത്തിൽ തന്നെ നടക്കുന്ന കർമ്മം ശരീരത്തിന്റെ അങ്ങേയറ്റത്തേക്ക് ഉള്ള കോശങ്ങളിലേക്ക് എത്തരുത്. അത്രയേറെ ഡിറ്റാച്ച്മെന്റ്, അത്രയേറെ ഈ കൃത്യത ഉണ്ടാകണം കൊടുക്കലുകൾക്കൊക്കെ. ഒരു കൊടുക്കലുകൾക്കും അവകാശവാദങ്ങൾ ഉണ്ടാകരുത്, അധികാരം ഉണ്ടാകരുത്. അതുകൊണ്ടാണല്ലോ പലപ്പോഴും നമ്മൾ നന്ദിയില്ലാത്തവരാണ്. ഒരു നന്ദിയില്ലാത്തവനാണ്, ഞാൻ എന്തൊക്കെ ചെയ്തേക്കണം. ഈ കണക്കുകളില്ലാതിരിക്കുക, ഉടമസ്ഥതയില്ലാതിരിക്കുക, അവകാശങ്ങൾ ഇല്ലാതിരിക്കുക, ആധിപത്യം ഇല്ലാതിരിക്കുക, ഇതൊക്കെ ലക്ഷ്യം വെച്ചിട്ടാണ് വിറ്റുകൊടുക്കുക എന്ന് പറയുക. ഇനി 21-ാമത്തെ വാക്യത്തിന്റെ ആമുഖത്തിൽ പറയുന്നത്, ഈശോ അവനെ സ്നേഹപൂർവം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവ്. അത് പറഞ്ഞിട്ടാണ് ഈ കുറവ് പറയുന്നത്. നമ്മളെല്ലാ തിരുത്തലുകളും, പ്രത്യേകിച്ച് മാതാപിതാക്കന്മാരെ ഗ്രൂപ്പിൽ ഇഷ്ടംമാരെ ഉണ്ട്, അതുകൊണ്ട് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. മക്കളെ ആയിക്കോട്ടെ, ജീവിത പങ്കാളി ആയിക്കോട്ടെ, നമ്മളൊക്കെ പലരെയും പല കുറവുകൾക്കും പോരായ്മകൾക്കും ഒക്കെ തിരുത്തലുകൾ കൊടുക്കണതാണ് നല്ല കാര്യം. തിരുത്തലുകൾ വേണ്ടാന്നൊന്നും പറയുന്നില്ല. പക്ഷെ തിരുത്തലുകൾ എങ്ങനെ കൊടുക്കണം എന്നുള്ളതിൻ്റെ മാനദണ്ഡമാണ് ഈശോ ഇവിടെ കാണിച്ചു തരിക. ഈ മനുഷ്യനെ, സ്വയം നീതീകരിക്കാൻ ആഗ്രഹിച്ചു വന്ന ആ മനുഷ്യനെ ഈശോ തിരുത്തുകയാണ്. എങ്ങനെ തിരുത്തണേ? സ്നേഹപൂർവം കടാക്ഷിച്ചുകൊണ്ട് പറഞ്ഞു, നിനക്കൊരു കുറവുണ്ട്. നമ്മുടെ തിരുത്തലുകളൊക്കെ സ്നേഹത്തോടെയാണോ എന്നുള്ളത് ചിന്തിക്കേണ്ടതാണ്.
സ്നേഹത്തോടെയാണോ തിരുത്തലുകൾ? നമ്മൾ പറയണ പലപ്പോഴും ഈ പ്രായമായ മാതാപിതാക്കന്മാരുടെ ഏറ്റവും വലിയ പരാതി, അല്ലെങ്കിൽ ഈ മക്കള് പ്രായമായി കഴിഞ്ഞാൽ പിന്നെ മാതാപിതാക്കന്മാരുടെ പരാതി, അവനോടൊന്നും പറഞ്ഞാൽ കേൾക്കില്ല, അവളോടൊന്നും പറഞ്ഞാൽ കേൾക്കില്ല. എന്തുകൊണ്ടാ പറഞ്ഞാൽ കേൾക്കാണ്ട് തന്നെ? ഈ പറച്ചിലുകളൊന്നും സ്നേഹപൂർവ്വം അല്ലാന്നേ. പറച്ചിലുകളൊന്നും സ്നേഹപൂർവ്വം അല്ല. സ്നേഹപൂർവമാണെങ്കിൽ സ്നേഹപൂർവം കടാക്ഷിച്ചുകൊണ്ട്, അത് ആ സ്നേഹത്തിന്റെ ഒരു നോട്ടം ആ കണ്ണിൽ സ്ഫുരിച്ചാല് പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കും അത്രേ. അപ്പൊ നമ്മുടെ തിരുത്തലുകള് സ്നേഹപൂർവം ആകണം എന്ന് ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഈ 21-ാമത്തെ വാക്യവും അതിനോട് ബന്ധപ്പെട്ട് ഉള്ള ഇന്നത്തെ മറ്റു വചനങ്ങളും ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ പൂർണ്ണതയ്ക്ക് വേണ്ടിയിട്ട്, വിശ്വാസത്തിന്റെ പൂർണ്ണതയ്ക്ക് വേണ്ടി 7 കാര്യങ്ങൾ ഈ വചനം പറയുന്നുണ്ട്. ഒന്ന്, പോവുക എന്നാ പറയാം. യേശുവിന്റെ അടുത്ത് ധ്യാനത്തിനോ പ്രാർത്ഥനയ്ക്കോ ഒക്കെ വരുന്ന മനുഷ്യൻ ആദ്യമായിട്ട് ചെയ്യേണ്ടത് യേശുവിന്റെ അടുത്തുനിന്ന് പോകല. ഇവനോട് പറയുകയാണ്, പോയി നിനക്കുള്ളതെല്ലാം വിളിക്കുക. അപ്പൊ പോവുക, യേശുവിന്റെ അടുത്ത് കുത്തിപ്പിടിച്ചിരിക്കുക എന്നുള്ളത് ഈ ക്രിസ്തു ആഗ്രഹിക്കുന്ന കാര്യമല്ല. താബോർ മലയില് ഈശോ രൂപാന്തരപ്പെടുത്തപ്പോൾ നാം ഇവിടെ ആയിരിക്കും നല്ലതാണ് എന്ന് പറഞ്ഞവനോട് എന്താ പറഞ്ഞേ? നമുക്ക് താഴത്തേക്ക് പോകാന്നാ പറഞ്ഞു. അപ്പം യേശുവിന്റെ കൂടെയാണ് ഞാനെന്ന് പറഞ്ഞ് നമ്മുടെ കടമകളെ ഉപേക്ഷിച്ചിട്ട്, നമ്മുടെ കർത്തവ്യങ്ങളെ ഉപേക്ഷിച്ചിട്ട്, ദൈവത്തിന്റെ കൽപ്പനകളെ ഒഴിവാക്കിയിട്ട് വെറുതെ കർത്താവിന്റെ അടുത്ത് വന്നിരുന്നിട്ട് കാര്യമൊന്നുമില്ല. പോകണം. ഒന്നാമതായിട്ട് പോകണം. എങ്ങോട്ടാ പോകണ്ടേ? നിന്റെ ഉറവിടങ്ങളിലേക്ക്, നിന്റെ ആയിരിക്കുന്ന അവസ്ഥകളിലേക്ക് പോകണം. ഒന്നാമതായിട്ട് ഈ പോക്കിന് ക്രിസ്തുവിന്റെ അടുത്ത് വരണം. അതിനാദ്യമായിട്ട് ക്രിസ്തുവിന്റെ അടുത്ത് പോകണമെങ്കിൽ ക്രിസ്തുവിന്റെ അടുത്ത് വരണമല്ലോ. അപ്പോൾ ക്രിസ്തുവിന്റെ അടുത്തുനിന്ന് പോകണം എന്ന് പറഞ്ഞാല് ആദ്യം ക്രിസ്തുവിന്റെ അടുത്ത് വരണം. രണ്ടാമതായിട്ട് ക്രിസ്തുവിന്റെ അടുത്തുനിന്ന് പോകണം. ഇന്നത്തെ വചനത്തില് പ്രകാരം രണ്ടാമത്തത്, നിനക്കുള്ളതെല്ലാം വിറ്റ് വിൽക്കണം. എന്താ വിൽക്കണം? ഞാൻ നേരത്തെ സൂചിപ്പിച്ചു, ഒന്നിന്മേലും അവകാശം ഉണ്ടാകരുത്. എൻ്റെ ഭൂമി, എൻ്റെ മണ്ണ്, എൻ്റെ കാറ്, എൻ്റെ ഭാര്യ, എൻ്റെ ഭർത്താവ്, എൻ്റെ മക്കള്, എൻ്റെ പേന, എൻ്റെ ബുക്ക്, എൻ്റെ മൊബൈല്, എൻ്റെ എന്തോരാ, എൻ്റെ ഒരുപാടുണ്ടല്ലോ. ഈ എൻ്റെ ഒക്കെ വേണ്ടാന്ന് വെക്കുന്ന മനസ്സിലാണ് ഈ വിൽപ്പന നടക്കുക. എല്ലാം വിൽക്കണമെന്നേ. എൻ്റേതെന്ന് പറയാൻ ഒന്നുമില്ലാത്തവന്റെ അവസ്ഥയിലേക്ക് എത്തുക എന്നുള്ളത്. മൂന്നാമതായിട്ട് ദരിദ്രർക്ക് കൊടുക്കുക എന്നുള്ളത്. ഇല്ലാത്തവന് കൊടുക്കുക, ഉള്ളവന് കൊടുക്കലല്ല. ഉള്ളവന് കൊടുക്കുക എന്നുള്ളതല്ല, ഇല്ലാത്തവന് കൊടുക്കുക എന്നുള്ളതാണ്. ദരിദ്രർക്ക് കൊടുക്കുക. നാലാമതായിട്ട് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കുക. അഞ്ചാമതായിട്ട് ഈ പോയ നീ തിരിച്ചു വരണം. എന്തൊക്കെ ചെയ്തിട്ടാ തിരിച്ചു വരണേ? വിൽപ്പന നടത്തിയിട്ട്, ഉടമസ്ഥത ഉപേക്ഷിച്ചിട്ട്, ദരിദ്രർക്ക് കൊടുത്തിട്ട്, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കിയിട്ട്, ഈ 3 കാര്യം ചെയ്തിട്ട് തിരിച്ചു വരണം. അപ്പൊ യേശുവിന്റെ അടുത്തുനിന്ന് പോകണം, ഈ 3 കാര്യം ചെയ്യണം, എന്നിട്ട് തിരിച്ചു വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? കുരിശെടുക്കണം. എന്നിട്ടോ അനുഗമിക്കണം. 7 കാര്യങ്ങൾ. ഈ 7 കാര്യങ്ങൾ നമുക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. യേശുവിന്റെ അടുത്തുനിന്ന് പോകണം, വിൽക്കണം, ഉടമസ്ഥത വിൽക്കണം, ദരിദ്രർക്ക് കൊടുക്കണം, സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കണം, യേശുവിന്റെ അടുക്കൽ തിരിച്ചു വരണം, കുരിശെടുക്കണം, അനുഗമിക്കണം. ഈ 7 കാര്യങ്ങളാണ് പൂർണ്ണത ലഭിക്കാനായിട്ട് ചെയ്യേണ്ടത്. നമ്മുടെ ഓരോരുത്തരുടെയും ആത്മീയ യാത്ര ഈ 7 തലങ്ങളിലൂടെ കടന്ന് അതിന്റെ പരിസമാപ്തിയിലേക്ക് എത്തേണ്ടതുണ്ട് എന്ന് സാരം. അപ്പൊ ഇതൊക്കെ കേട്ട് കഴിഞ്ഞപ്പോൾ ഇവൻ എന്ത് ചെയ്തു? വിഷാദിച്ച് സങ്കടത്തോടെ തിരിച്ചുപോയി. വലിയ ആത്മീയ ജീവിതം നയിക്കുന്നവനാണ് ഇവരുടെ മുൻപന്തിയിൽ. എല്ലാം ചെറുപ്പം തുടങ്ങി എല്ലാ നിയമങ്ങളും പാലിക്കുന്നവനാണ് എന്ന് മുമ്പേ നിൽക്കുന്ന ഒരു വിശ്വാസിയാണ്, ഒരു മതജീവിതം നയിക്കുന്നവനാണ്, മതാത്മകതയുള്ള ഒരുത്തനാണ് വന്നത്. അവൻ തിരിച്ചുപോയെന്നാ പറയണത്. സങ്കടത്തോടെ തിരിച്ചുപോയി. 30-ാമത്തെ വാക്യത്തിൽ നമ്മൾ ഇന്നത്തെ വചനത്തിന്റെ അവസാന വാക്യത്തിൽ പറയുകയാണ്,
മുമ്പന്മാരാകുന്ന പിമ്പന്മാരും പിമ്പന്മാരാകുന്ന മുമ്പന്മാരും ഉണ്ടാകും. മതജീവിതത്തില് ഈ മനുഷ്യൻ മുമ്പനായിരുന്നു, പക്ഷെ ക്രിസ്തുവിന്റെ മുമ്പിൽ വന്നപ്പോൾ പിമ്പനായിപ്പോയി, അവൻ തിരിച്ചുപോയി. അപ്പൊ ഇത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, മതജീവിതത്തില് അല്ലെങ്കിൽ ഭക്തിയില് നമ്മൾ മുമ്പനായിരിക്കും, പക്ഷേ ക്രിസ്തുവിന്റെ മുമ്പിൽ, ദൈവത്തിന്റെ മുമ്പിൽ നമ്മൾ മുമ്പനാവോ എന്നുള്ളതാണ്. 23-ാമത്തെ വാക്യത്തിൽ പറയുകയാണ്, സമ്പന്നൻ ദൈവരാജ്യത്തിൽ പ്രവേശിക്കുക പ്രയാസം. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മുടെ മലയാള ഭാഷയിൽ നല്ലൊരു പദപ്രയോഗമുണ്ട്, മുതലാളി എന്നുള്ളത്. മുതലാളി എന്ന പദപ്രയോഗത്തിന്റെ അർത്ഥം എന്താ? മുതലിനെ, സമ്പത്തിനെ ലാളിക്കുന്നവൻ ആരോ അവനാണ് മുതലാളി. സമ്പത്തുള്ളവനല്ല കേട്ടോ, സമ്പത്തുള്ളവനല്ല. സമ്പത്തിനെ ലാളിക്കുന്നവൻ ആരോ, സമ്പത്തിനെ കാക്ഷിക്കുന്നവൻ ആരോ അവനാണ് മുതലാളി. അത്താഴ പഷ്ണിക്കാരനാണെങ്കിലും അവൻ സമ്പത്തിനെ ലാളിക്കുന്നുണ്ടെങ്കിൽ അവൻ മുതലാളിയാണ്. ഈ അടുത്ത ദിവസങ്ങളിൽ ഒരു വാർത്ത കണ്ടു, ഒരു മനുഷ്യൻ മരിച്ചു, അയാളുടെ അടുത്ത് കിടന്ന പൊതിയില്, ഭാണ്ഡത്തില് നമ്മുടെ നിരോധിച്ച നോട്ട് ഉൾപ്പെടെ ഒട്ടേറെ നോട്ടുകൾ ചുരുട്ടി കൂട്ടി വെച്ചിട്ടുണ്ട്. ഒട്ടേറെ സമ്പത്തുണ്ട്, പക്ഷെ അവൻ ദരിദ്രനാ, കാഴ്ചയിൽ ദരിദ്രനാ, പക്ഷെ അവൻ ഈ പറഞ്ഞ മുതലാളിയാ. സ്വന്തമായിട്ട് വീടോ കിടപ്പാടമോ അല്ലെങ്കിൽ ഭൂമിയോ ഒന്നുമില്ല, പക്ഷെ അവൻ സമ്പത്തിനെ താലോലിച്ചു കൊണ്ടിരുന്നവൻ. അപ്പോ സമ്പന്നൻ എന്ന് വെച്ചാൽ കാശുള്ളവൻ എന്നല്ല അർത്ഥം, സമ്പത്തുള്ളവൻ എന്നും അല്ല അർത്ഥം. സമ്പത്തിനെ ആഗ്രഹിക്കുന്നവനാരോ, സമ്പത്തിനെ ലാളിക്കുന്നവനാരോ അവനാണ് ഇവിടെ ഉദ്ദേശിക്കുക. സ്നേഹിക്കുന്ന ലോകത്തെ ഉപേക്ഷിക്കണം എന്നർത്ഥം. ഈ സമ്പത്ത് എന്ന് പറയുന്ന ഭാര്യയാകാം, ഭർത്താവാകാം, മക്കളാകാം, മറ്റ് ഫ്രണ്ട്ഷിപ്പാകാം, അല്ലെങ്കിൽ ഭൂമിയാകാം, ബാങ്ക് ഡെപ്പോസിറ്റ് ആകാം, ഷെയർ മാർക്കറ്റ് ആവാം, അങ്ങനെ എന്തും ആകാം, സൗന്ദര്യമാകാം, കഴിവുകളാകാം. അപ്പൊ നമ്മൾ വലിയ കാര്യമായിട്ട് കണക്കാക്കുന്ന, നമുക്കുണ്ടെന്ന് നമ്മൾ അഭിമാനിക്കുന്ന, നമ്മൾക്ക് ഉണ്ടാകണമെന്ന് ആഗ്രഹിച്ച് സമാഹരിക്കാൻ ആഗ്രഹിക്കുന്ന എന്തും സമ്പത്താണ്. അങ്ങനെ ആഗ്രഹമുള്ളവരൊക്കെ ഈ സമ്പന്നരാണ്, മുതലാളിമാരാണ് എന്നർത്ഥം. ഇത് കേട്ടപ്പോൾ, ഇത് പ്രയാസമാണ് എന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാർ വിസ്മയിച്ചു എന്നാ പറയാം. സമ്പന്നരെ കുറ്റപ്പെടുത്തിയാൽ എന്നും എക്കാലത്തും ആരെങ്കിലുമൊക്കെ വിസ്മയിക്കാനുണ്ടാകും, സമ്പന്നരെ കുറ്റപ്പെടുത്തിയാൽ. ഇവിടെ ഈശോ ഈ ശിഷ്യന്മാരോട് മക്കളെ എന്നാ വിളിക്കണം. മറ്റവനോട് സ്നേഹപൂർവം കടാക്ഷിച്ചിട്ടാണ് ആ മനുഷ്യനോട് ഈശോ മറുപടി പറഞ്ഞതെങ്കിൽ ശിഷ്യന്മാരോട് കുറച്ചുകൂടി ആർദ്രത വയ്ക്കുക, മക്കളെ എന്നാ വിളിക്കുക. അത് ശ്രദ്ധിക്കേണ്ട കാര്യം. മക്കളെ എന്ന് വിളിച്ചിട്ടാണ് കർത്താവ് കുറച്ചുകൂടി കടുപ്പത്തിൽ പറയുകയാണ്, ധനവാൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. ഒട്ടകം എന്താണ്, സൂചിക്കുഴ എന്താണ് എന്ന് ഒരുപാട് വ്യാഖ്യാനിച്ച് വൃത്തികേടാക്കിയേക്കണ ഒരു കാര്യമാണ്. അതിനെ ഞാൻ വ്യാഖ്യാനിക്കാനായിട്ട് ഉദ്ദേശിക്കുന്നില്ല. ഇത് അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് കർത്താവ് പറഞ്ഞു എന്ന് മനസ്സിലാക്കണം. കാരണം ഇവിടെ നമ്മൾ 24-ാമത്തെ വാക്യത്തില് ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക പ്രയാസമാണെന്ന് കേട്ടപ്പോൾ ശിഷ്യന്മാർ വിസ്മയിച്ചു. അത് കഴിഞ്ഞാണ് ഈശോ പറയണത്, ധനികൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുന്നതിനേക്കാൾ എളുപ്പം ഒട്ടകം സൂചിക്കുഴയിലൂടെ കടക്കുന്നതാണ്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ശിഷ്യന്മാര് അത്യധികം വിസ്മയിച്ചു. അപ്പൊ ആദ്യം വിസ്മയിച്ചു, ഇവിടെ അത്യധികം വിസ്മയിച്ചു. അപ്പൊ അത്യധികം വിസ്മയിക്കുന്ന കാര്യമാണ് ഈശോ പറഞ്ഞേക്കണത്. അപ്പൊ അത്ര എളുപ്പമുള്ള കാര്യമല്ല എന്ന് തന്നെയാണ് ഈശോ ഇവിടെ വിവക്ഷിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ ഒട്ടകം എന്ന് വെച്ചാൽ എന്നതാണ്, സൂചിക്കുഴ എന്ന് പറഞ്ഞാൽ സൂചിക്കുഴ അല്ല, അത് ജെറുസലേം ദേവാലയത്തിന്റെ വാതിലാണ് എന്നൊക്കെ പറഞ്ഞ് വ്യാഖ്യാനിച്ചൊന്നും മെനേടാക്കാൻ നിൽക്കണ്ട. അതൊന്നുമല്ല കാര്യം. ധനവാന സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുക എളുപ്പമുള്ള കാര്യമല്ല, അത് തന്നെയാണ് ഈ പറഞ്ഞതിന്റെ കാര്യം. അപ്പൊ അതുകൊണ്ടാണ് ഇവിടെ ശിഷ്യന്മാർ അത്യധികം വിസ്മയിക്കുക. നേരത്തെ വെറുതെ വിസ്മയിച്ചുള്ളൂ, ഒരു വെറും വിസ്മയായിരുന്നു എങ്കിൽ ഇവിടെ അത്യധികമാണ് വിസ്മയിച്ചത് എന്നതുകൊണ്ട് തന്നെ
ഇത് പ്രശ്നത്തിലുള്ള കാര്യമാണ് ഈശോ പറഞ്ഞത് നിസ്സാരം. എന്നിട്ട് ശിഷ്യന്മാർ ചോദിക്കുകയാണ്, അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? നമ്മുടെ POC ബൈബിളിൽ ഇതാരോടാണ് ഈ ചോദ്യം എന്ന് പറഞ്ഞിട്ടില്ല. അതേസമയം ചില പ്രൊട്ടസ്റ്റന്റ് ബൈബിളുകളിലും അതുപോലെ തന്നെ ചില മറ്റു തർജ്ജിമകളിലും അവർ പരസ്പരം ചോദിച്ചതായിട്ടാണ് പറയുക. POC ബൈബിളിൽ അത് പറയുന്നില്ല. പക്ഷേ അത് ഈ പരസ്പരം ചോദിച്ചതാകാനാണ് സാധ്യത എന്നാണ് എൻ്റെ പക്ഷം. കാരണം ഈ ചോദ്യം ചോദിച്ചതിന് ശേഷം അതിന് മറുപടി പറയുന്നത് യേശുവാണ്. യേശു അവരുടെ നേരെ നോക്കിയിട്ടാണ് മറുപടി പറയുക. അപ്പൊ അതിന്റെ അർത്ഥം യേശുവിനെ നോക്കിയിട്ട് അവർ ചോദിച്ച ചോദ്യമല്ല എന്നുള്ള. യേശു ഇങ്ങനെ പറഞ്ഞിട്ട് നടന്നു പോകുമ്പോൾ അതിന്റെ പുറകിൽ നിന്നിട്ട് ഇവര് പരസ്പരം ചോദിച്ചതായിരിക്കും. ആ ചോദ്യം കേട്ടിട്ട് ഈശോ തിരിഞ്ഞു നോക്കിയിട്ടായിരിക്കാം ഈശോ മറുപടി പറഞ്ഞത്. അപ്പൊ ചോദ്യം തീർച്ചയായിട്ടും ഇങ്ങനെ ആകാനാണ് സാധ്യത. പക്ഷെ നമ്മുടെ POC ബൈബിളിൽ അത് പറയുന്നില്ല. മറ്റു ബൈബിളില് ശിഷ്യന്മാര് പരസ്പരം ചോദിച്ചു എന്ന് പ്രത്യേകം പറയുന്നുണ്ട്. അങ്ങനെയെങ്കിൽ രക്ഷപ്പെടാൻ ആർക്ക് സാധിക്കും? യേശു അവരുടെ നേരെ നോക്കിയിട്ട് പറഞ്ഞു, മനുഷ്യർക്ക് ഇത് അസാധ്യമാണ്, പക്ഷെ ദൈവത്തിന് എല്ലാം സാധ്യമാണ്. ഇവിടെ പത്രോസ്, സമയം ഒരുപാട് വൈകിയതുകൊണ്ട് പെട്ടെന്ന് നിർത്തുകയാണ്. പത്രോസ് പറയുകയാണ്, എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കും. എല്ലാം ഉപേക്ഷിച്ച് നിന്നെ അനുഗമിച്ചിരിക്കും. അപ്പൊ ഉപേക്ഷ മാത്രം പോരാ, നൽകലും വേണം. യൂദാസിന്റെ പ്രശ്നം എന്തായിരുന്നു? യൂദാസ് എല്ലാം ഉപേക്ഷിച്ചിട്ടാ വന്നേ. പക്ഷേ ഈ ഉപേക്ഷിച്ച് കിട്ടിയത് പണസഞ്ചിയാണ്. കർത്താവിന്റെ കൂടെ വന്നപ്പോൾ പണസഞ്ചി അവന്റെ കയ്യിലാണ്. അതിൽ നിന്ന് അവൻ എടുത്തിരുന്നു. അത് കൃത്യമായിട്ട് ബൈബിൾ പറയുന്നു. അപ്പോ എല്ലാം ഉപേക്ഷിച്ചെങ്കിലും അവൻ ഇത് വിട്ടിട്ടില്ല, പണം വിട്ടിട്ടില്ല. ഇന്നത്തെ സഭയുടെ അൽമായ നേതൃത്വത്തിന്റെയും ക്ലർജി നേതൃത്വത്തിന്റെയും ഒക്കെ വലിയ ശാപം പലതുമൊക്കെ ഉപേക്ഷിക്കേണ്ടതേ. പക്ഷേ ഈ സ്ഥാനവും പണവും ഉപേക്ഷിക്കാൻ എപ്പോഴും പറ്റിയിട്ടില്ല. അപ്പോൾ ഇവിടെ ഇങ്ങനെ എല്ലാം ഉപേക്ഷിച്ചാൽ എന്ത് കിട്ടുമെന്നാണ് പത്രോസിന്റെ ചോദ്യം. ഈശോയുടെ മറുപടി വളരെ ശ്രദ്ധേയമാണ്. ഈ ലോകത്ത് വച്ച് തന്നെ 100 ഇരട്ടി കിട്ടും, ഒപ്പം പീഡനങ്ങളും കിട്ടും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം. 3 കാര്യങ്ങളാണ് കിട്ടുന്നത്. 3 കാര്യങ്ങൾ. ഉപേക്ഷിക്കുന്നതിന്റെ 100 ഇരട്ടി ഇവിടെ വെച്ച് തന്നെ കിട്ടും. അതിന്റെ കൂടെ കുറെ പീഡനങ്ങളും കിട്ടും. വരാനിരിക്കുന്ന കാലത്ത് നിത്യജീവനം കിട്ടും. ഞങ്ങൾ അച്ഛന്മാര് പലപ്പോഴും കൂടുമ്പോൾ പലപ്പോഴും ചർച്ച ചെയ്യാറുള്ള ഒരു കാര്യമാണ്, ഈ എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങിയിട്ടുണ്ട്, വീടുമില്ല, കുടുംബമില്ല, കഞ്ഞി വയ്ക്കാൻ ഒരാളില്ല, തുണി അലക്കി തരാൻ ഒരു മനുഷ്യനില്ല, സഹായത്തിന് ഒരാളില്ല, വർത്താനം പറഞ്ഞിരിക്കാൻ ഒരാളില്ല, സ്വർഗസ്ഥനായ പിതാവെ ചൊല്ലിക്കഴിഞ്ഞാൽ അതിന്റെ ബാക്കിയെല്ലാൻ ഒരാളില്ല. ഇങ്ങനെയുള്ളതൊക്കെ ഇങ്ങനെ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്. പക്ഷേ ഒട്ടേറെ തലങ്ങളില് 100 ഇരട്ടി ഉണ്ട്, 100 ഇരട്ടി ബന്ധങ്ങളും ഉണ്ട്. ഒപ്പം തന്നെ ഞങ്ങളുടെയൊക്കെ ഏറ്റവും വലിയ പരാതിയാണ്, ഏറ്റവും കൂടുതൽ ഇടവകയിൽ വിമർശിക്കപ്പെടുന്നത് തീർച്ചയായിട്ടും വികാരിയച്ഛനാണ്. അപ്പൊ 100 ഇരട്ടി പീഡകള് ഉണ്ട്, അതുകൂടെ കിട്ടുന്നുണ്ട്. പക്ഷെ 3ാമത്തെ കാര്യം കിട്ടുമെന്നുള്ള ആകുലതയിലാണ് ഞാൻ. നിത്യജീവൻ കിട്ടുമോ, അതിന്റെ ഒരു ടെൻഷനിലാണ് ഇപ്പൊ. ഏതായാലും ഉപേക്ഷിക്കുന്നവർക്കൊക്കെ 100 ഇരട്ടി കിട്ടുമെന്നും കൂട്ടത്തിൽ പീഡനങ്ങൾ ഉണ്ടാകുമെന്നും ഒപ്പം തന്നെ നിത്യജീവൻ കിട്ടുമെന്നും 3 ഓഫറുകളാണ് ക്രിസ്തു വെച്ചിട്ടുള്ളത്. ഉപേക്ഷിക്കപ്പെടുന്നവർക്കെല്ലാം ഈ ലോകത്തിൽ വെച്ച് തന്നെ 100 ഇരട്ടി കിട്ടും, ഇവിടെ വെച്ച് തന്നെ പീഡനം ഉണ്ടാകും. വരാനിരിക്കുന്ന കാലത്ത് ഇത് രണ്ടും കിട്ടൂല, നിത്യജീവൻ കിട്ടും. അപ്പൊ ഈ ഓഫറിന് നമ്മളെ തന്നെ ഒരുക്കാം. ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം. കരുണവനായ കർത്താവെ, തിരുസന്നിധിയിൽ ഞങ്ങൾ എല്ലാവരെയും സമർപ്പിക്കുന്നു. നിത്യജീവൻ അവകാശമാക്കാനായിട്ട് എന്തു വേണം എന്ന ചോദ്യത്തിന്റെ ഉത്തരങ്ങളെ അന്വേഷിക്കുകയായിരുന്നു ഞങ്ങൾ. അങ്ങയുടെ വചനങ്ങളിലൂടെ കടന്നുപോയപ്പോൾ ഞങ്ങൾക്ക് ഒട്ടേറെ നിലപാടുകളും സ്റ്റെപ്പുകളും ഒക്കെ പിടികിട്ടി. നല്ല ദൈവമേ, നിന്റെ നിത്യരക്ഷ പ്രാപിക്കുക എന്ന അടിസ്ഥാന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തിക്കൊണ്ട് ആ നിത്യരക്ഷ പ്രാപിക്കാൻ ഉതകുന്ന വഴിയിലൂടെ യാത്ര ചെയ്യാൻ നീ ഞങ്ങളെ ഓരോരുത്തരെയും കൈപിടിച്ച് വഴി നടത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നല്ല ദൈവമേ, അങ്ങ് ആഗ്രഹിച്ചതുപോലെ അങ്ങേക്ക് വേണ്ടി, അങ്ങയുടെ സുവിശേഷത്തിനും അങ്ങേക്ക് വേണ്ടിയും അങ്ങയുടെ സുവിശേഷത്തിനു വേണ്ടിയും ഉപേക്ഷിക്കേണ്ടവ ഉപേക്ഷിക്കാനായിട്ടുള്ള മനസ്സ് നൽകണമേ.
ഞങ്ങളുടെ ജീവിതത്തിൽ വളരെ പ്രിയപ്പെട്ടതാണ്, വളരെ വലുതാണെന്ന് വിചാരിച്ച് ഞങ്ങൾ കാത്തു സൂക്ഷിക്കുന്നവയും ഞങ്ങൾ ആർജിക്കാൻ ആഗ്രഹിക്കുന്നവയും ഒക്കെ ഉപേക്ഷിക്കാനായിട്ടുള്ള മനസ്സ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ. അതുവഴി മറ്റുള്ളവരെ സഹായിച്ചുകൊണ്ട് സ്വർഗത്തിൽ നിക്ഷേപം ഉണ്ടാക്കാനും യഥാർത്ഥ അനുയായികളായി തീരാനും ഞങ്ങൾ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ശരി.